ഇന്ന് ക്രൈസ്തവരായ നമുക്ക് എന്തുകൊണ്ട് ഈ പരാജയം? എന്തുകൊണ്ടാണ് നമുക്ക് ഈ പരാജയം? നമ്മുടെ കുടുംബങ്ങൾ എന്തുകൊണ്ടിന്ന് തകരുന്നത്? മറ്റ് മതസ്ഥരെക്കാളും കുടുംബങ്ങൾ തകരുന്നത് ക്രൈസ്തവ കുടുംബങ്ങളാണ്. ഡിവോഴ്സുകൾ നമ്മുടെ കുടുംബങ്ങളിലാണ്. ബന്ധങ്ങൾ തകരുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ്. എന്താണ് ഈ തകർച്ചയുടെ കാരണം? എന്താണ് ഈ പ്രതിസന്ധിയുടെ കാരണം? എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ കൂടെ നിർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. കർത്താവിൻ്റെ പരിശുദ്ധിയിൽ ജീവിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. കർത്താവിൻ്റെ വചനത്തിന് യോഗ്യമാവിധം ജീവിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. തന്മൂലം നമ്മൾ ശക്തിയില്ലാത്തവരാകുന്നു. നമ്മൾ മഹത്വമില്ലാത്തവരായി മാറുന്നു. നമ്മൾ സാധാരണ പറയാറില്ല, ഈ ചത്ത പട്ടിയെ ആരും ഇങ്ങനെ ചവിട്ടൂന്ന്. ഇതുപോലെ നമ്മളൊക്കെ ആർക്കും കൊട്ടിയിറങ്ങാവുന്ന ചെണ്ട പോലെയായി തീരുന്നു. എന്താ കാരണം? നമ്മൾക്ക് ജീവനില്ലാത്ത അവസ്ഥയാണ്. കല്ലറയിൽ നിന്ന് പുറത്തു വന്ന ലാസറിന്റെ അനുഭവമാണ്. ജീവനുണ്ടോ? ജീവനുണ്ട്. എന്നാൽ നമ്മൾ കെട്ടപ്പെട്ടിരിക്കുക. അനേകം കെട്ടുകൾ നമ്മളിങ്ങനെ കെട്ടി വെച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് ചലിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ശക്തിയോട് മുന്നേറാൻ പറ്റുന്നില്ല. പിശാചിന് ഈസി ആയിട്ട് നമ്മളെ തോൽപ്പിക്കാൻ പറ്റും, തകർക്കാൻ പറ്റും. നമ്മുടെ പരാജയം കർത്താവിനെ കൂടെ നിർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി. സഹോദരങ്ങളെ, റിപ്പന്റ് ചെയ്യണം. ശത്രുവിൻ്റെ മേൽ വിജയം തരുന്ന യേശുവിൻ്റെ രക്തം, ശത്രുവിൻ്റെ മേൽ വിജയം തരുന്ന യേശുവിൻ്റെ രക്തം അവസാനമായി നമ്മൾ മനസ്സിലാക്കുക. കർത്താവിൻ്റെ രക്തം ചിന്തലിലൂടെ എല്ലാ സ്വർഗീയമായ നന്മകളും നമ്മിലേക്ക് പകരപ്പെട്ടിരിക്കുകയാണ്. ഒന്നോ രണ്ടോ ബ്ലെസ്സിങ്സ് അല്ല, എവറി സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, എല്ലാ സ്വർഗീയമായ അനുഗ്രഹങ്ങളാലും നന്മകളാലും പരിശുദ്ധ ത്രിത്വം നമ്മളെ സമ്പന്നരാക്കി. നമ്മൾ എത്ര ബ്ലെസ്സഡ് ആണ്! ഓ സഹോദരങ്ങളെ, നമ്മുടെ സമ്പന്നത നമ്മൾ തിരിച്ചറിയണം. നമ്മളിങ്ങനെ പലപ്പോഴും ഈ സമ്പന്നത തിരിച്ചറിയാതെ ഭിക്ഷക്കാരെ പോലെ, നമ്മളിങ്ങനെ ഒന്നുമില്ലാത്തവരെ പോലെ പരാതി പറഞ്ഞ് പിറുപിറുത്ത് കുറ്റപ്പെടുത്തി ന്യായീകരിച്ച് മുറുമുറുത്ത് നമ്മളിങ്ങനെ നമ്മുടെ ജീവിതം നരകതുല്യമാക്കി ജീവിക്കുകയാണ്. നമ്മുടെ സമ്പന്നത നമ്മൾ തിരിച്ചറിയുന്നില്ല. പരിശുദ്ധ വചനം പറയുന്നു, യേശുവിൻ്റെ രക്തം വഴി എല്ലാ നന്മകളാലും നമ്മൾ സമ്പന്നരായിരിക്കുന്നു. ഹെബ്രായ പുസ്തകം 13-ാം അധ്യായം 20-21 വചനങ്ങൾ വായിക്കാം. ആടുകളുടെ വലിയ ഇടയനെ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച സമാധാനത്തിന്റെ ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ ധന്യരാക്കട്ടെ. എല്ലാ നന്മകളും കൊണ്ട് നിത്യമായ ഉടമ്പടിയുടെ രക്തം, അത് പരിശുദ്ധ രക്തമാണ്, യേശുവിൻ്റെ തിരുരക്തമാണ്. ആ തിരുരക്തത്താൽ എല്ലാ നന്മകളാലും നിങ്ങൾ സമ്പന്നരാകട്ടെ, ധന്യരാകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ രക്തത്തിലൂടെ എല്ലാ നന്മകളും നമ്മളിലേക്ക് പകരപ്പെട്ടിരിക്കുകയാണ്. നമ്മളെത്ര സമ്പന്നരാണ്, നമ്മളെത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ നമ്മുടെ ബ്ലെസ്സിങ്സ് തിരിച്ചറിയണം.